വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇന്നലെ രാത്രി വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, കോൺഗ്രസ് എംപിമാർ അടക്കം മുസ്ലിം ലീഗ് എംപിമാർ അടക്കം വഖഫ് ഭേദഗതി ബില്ലിൽ ഒപ്പിടരുത് എന്ന് കാണിച്ച് രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരുന്നു. പക്ഷേ രാഷ്ട്രപതിയുടെ അംഗീകാരം വഖഫ് ഭേദഗതി ബില്ലിന് ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇതോടുകൂടി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നമസ്തേ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും രാമനവമി ആശംസകൾ. നിർണായകമായ വഖഫ് നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും രാജ്യസഭ ചർച്ചകൾക്കൊടുവിലായിരുന്നു ബില്ല് പാസാക്കിയത്. തുടർന്ന് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി ഇന്നലെ രാത്രിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ബില്ലിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒപ്പുവെച്ചതോടുകൂടിയും ബില്ല് നിയമമായി മാറുകയും കേന്ദ്ര സർക്കാർ നിയമം നടപ്പാക്കുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏറെ നിർണായകമായ തീരുമാനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. രാജ്യത്ത് തുല്യത ഉറപ്പാക്കുന്നതിന് ഇതുവരെയും മറ്റൊരു ബോർഡിനും ഇല്ലാതിരുന്ന അമിതമായിട്ടുള്ള അധികാരങ്ങൾ എടുത്തു കളയുകയും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുകയും ചെയ്തുകൊണ്ടുള്ള നിർണായകമായ നടപടിയാണ് 1995 വഖഫ് നിയമത്തിൽ കാര്യക്ഷമമായിട്ടുള്ള ഭേദഗതികൾ ആ ഒരു നിയമം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്തൊരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ അതിൽ ആദ്യം പാർലമെന്റ് ആ ബില്ലിന് അംഗീകാരം നൽകണം, രാജ്യസഭയും ലോക്സഭയും അംഗീകാരം നൽകണം, പിന്നീട് രാഷ്ട്രപതി ഒപ്പുവെച്ചുകൊണ്ട് ആ ബില്ല് പാസ്സാക്കണം. തുടർന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുന്നതോടുകൂടിയാകും ആ നിയമം നടപ്പാക്കുക. അത്തരത്തിൽ വഖഫ് നിയമ ഭേദഗതിയുടെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയിട്ടുള്ളത്. വഖഫ് ബോർഡിന്റെയും വിവിധ തരത്തിലുണ്ടായിരുന്ന അധികാരങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം യാതൊരു തരത്തിലും രേഖകളില്ലാതെ തന്നെ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാൻ വഖഫ് ബോർഡിന് സാധിക്കുമായിരുന്നു. വഖഫിന് ഇനി മുതൽ ഭൂമിക്ക് മേൽ അധികാരം ഉന്നയിക്കണമെങ്കിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാകണം വഖഫ് ചെയ്യേണ്ടതും വഖഫിന്റെ ഭൂമി അവകാശവാദം ഉന്നയിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഭേദഗതി ഈ ബില്ലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർപ്പ് കൽപ്പിക്കുന്നതും അതിന് തീരുമാനമെടുക്കുന്നതും അതിൻ്റെ നിലപാടുകൾ എടുക്കുന്നതും വഖഫ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണൽ ഒരു അന്തിമ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റു കോടതികളിലേക്ക് പോകുന്നതിനുള്ള സാധ്യത വളരെ കുറവും അതിനുള്ള നിയമസാധ്യത വളരെ കുറവുമായിരുന്നു. എന്നാൽ അതിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ആദ്യം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വഖഫ് ട്രൈബ്യൂണൽ തന്നെ പരിശോധിക്കും. വഖഫ് ട്രൈബ്യൂണലിൻ്റെ അന്തിമ വിധിയിൽ ഏതെങ്കിലും തരത്തിൽ പരാതിയുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനും ആ വിഷയം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്കുള്ളിലേക്ക് അതിന്റെ വ്യവഹാരം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതും മറ്റു നിർണായകമായ ഭേദഗതിയാണ്. അത്തരത്തിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾക്കുള്ളിലേക്ക് കൊണ്ടുവരികയും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിക്കൊപ്പം സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനം കേരളത്തിൽ മുനമ്പം സമരസമിതിയും ഒപ്പം മുനമ്പം പോലെ തന്നെ കർണാടകയിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകരുണ്ട്, ഒഡീഷയിലെ ജനങ്ങളുണ്ട്, അസാം ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിൽ വഖഫ് ബോർഡിന്റെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റം ഭൂമിക്കും സ്വത്തിനും മേൽ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, എന്തിന് ഡൽഹിയിലും പാർലമെന്റ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ സമീപ പ്രദേശങ്ങളിലെ മേഖലകൾ പോലും വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം ബോർഡ് ഉന്നയിച്ചിട്ടുണ്ട്. അതും യാതൊരു തരത്തിലും വ്യക്തമായ രേഖകളില്ലാതെയാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ ഭൂമി കയ്യേറാനുള്ള ശ്രമം നടക്കുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള സമരം ജനത നടത്തുന്നു. ആ ജനങ്ങൾ ഒരുമിച്ച് പറഞ്ഞത്, ഒപ്പം ക്രൈസ്തവ സമൂഹം KCBCയും CBCIയും ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമൂഹവും ചൂണ്ടിക്കാട്ടിയത്, ഈ ബില്ല് പാർലമെന്റിൽ വരുമ്പോഴും അതിന്റെ തുടർ നടപടികളിലും എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പിന്തുണയ്ക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ബില്ല് പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ ബീഹാറിൽ നിന്നുള്ള MP മുഹമ്മദ് ജാവേദ് സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും ആ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് വഖഫ് നിയമ ഭേദഗതി ഭരണഘടനയ്ക്കെതിരാണെന്നും അത് മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാന അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണെന്ന വാദമുയർത്തിക്കൊണ്ട് ഈ ബില്ലിനെ തടസ്സപ്പെടുത്താനും
ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ടും കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആം ആദ്മി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് എംപിമാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത് ഈ ബില്ലിൽ ഒരു കാരണവശാലും ഒപ്പുവെക്കരുതെന്നായിരുന്നു. എന്നാൽ അത്തരം കടമ്പകളും അത്തരം തടസ്സങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതിയും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ തീർച്ചയായും കോൺഗ്രസ് ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഹർജികൾ കോടതി പരിഗണിക്കും, അതിന്മേൽ വാദം കേൾക്കും. പക്ഷേ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമനിർമ്മാണ സഭ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമം സ്റ്റേ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതിക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ എന്ത് നിരീക്ഷണം ഉണ്ടാകുമെന്ന് നോക്കിക്കാണണം. അതിനപ്പുറത്തേക്ക് മുനമ്പത്തെ ഉൾപ്പെടെ രാജ്യത്ത് സ്വന്തം ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കഴിയുന്ന ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന നടപടി വഖഫ് നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയിരിക്കുന്നു. അതിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. ദേവിക. ശരി ജിഷ്ണു.